ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ശ്രീ മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തിലാണ്. ഇത് ഭൂമി ഉപരിതലത്തിൽ നിന്നും ഒരല്പം താഴെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഒരു 10-15ഓളം സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ക്ഷേത്രത്തിലെത്തുവാൻ. അവസാന പടി ഇറങ്ങുമ്പോഴേക്കും വലതുഭാഗത്തായി ഏത് രീതിയിലാണ് ദർശനക്രമം നടത്തേണ്ടത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം മഹാവിഷ്ണു, പിന്നെ സരസ്വതി ദേവി, ഗണപതി, ശിവൻ, ശാസ്താവ്, യക്ഷി, നാഗരാജാവ് എന്നീ രീതിയിലാണ് ദർശനക്രമം നടത്തേണ്ടത്. പടികളുടെ വലതുഭാഗത്തായി ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് വഴിപാടുകൾക്കും വിദ്യാരംഭത്തിനും ചീട്ട് എഴുതിക്കാവുന്നതാണ്. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ നട. ഇവിടെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും ദക്ഷിണ മൂകാംബിക മണ്ഡപത്തിൽ കുട്ടികളുടെ ഗുരുദക്ഷിണയും അരങ്ങേറ്റവും നടക്കുന്നുണ്ടായിരുന്നു. അല്പനേരം അത് നോക്കി നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ സരസ്വതി ദേവിയുടെ നടയിലേക്ക് നടന്നു. അതും കുറച്ച് സ്റ്റെപ്പുകൾ നടന്നിട്ട് വേണം താഴേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി. നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മുടെ വലതുഭാഗത്തായിട്ടാണ് ഈ സരസ്വതി ദേവി നട സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിന് ശ്രീകോവിലും ചുറ്റമ്പലവും എല്ലാം ഉണ്ടെങ്കിലും സരസ്വതി ദേവി നിലകൊള്ളുന്നത് കാടിനുള്ളിലായിട്ടാണ്. ഈ ഭാഗത്താണ് വിദ്യാരംഭം കുറിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആൾക്കാർ വഴിപാട് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും എഴുതിപ്പിച്ച ചീട്ട് തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തൊഴുമ്പോഴേക്കും മേളിൽ അലങ്കാര ഗോപുരങ്ങൾ കാണാം. അവിടെയാണ് കുട്ടികൾ അക്ഷരം എഴുതാൻ വേണ്ടി വരുന്നത്. ഇത് അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തിൽ ഒരു ആമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് നോക്കി നിന്നതാണ്. പിന്നെ വീണ്ടും കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്കെത്തി. അവിടെയാണ് നമുക്ക് അക്ഷരങ്ങൾ എഴുതാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് തൊഴുമ്പോഴേക്കും നമ്മുടെ സരസ്വതി ദേവി പടിഞ്ഞാറ് അഭിമുഖമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഒരു പ്രത്യേകം ചെയ്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഒരു ഇതിൽ ഒരുപാട് മണ്ണ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് കുട്ടികളെ കൊണ്ടോ മുതിർന്നവർക്കോ അക്ഷരങ്ങൾ എഴുതാവുന്നതാണ്. ഇത് യക്ഷിനട. ഇതും കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോകാൻ വേണ്ടി. ഞങ്ങൾ പോയ സമയത്ത് ചെറുതായിട്ട് ഇരുട്ട് വരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ നട കാണാൻ. ഏഴിലം പാലയും എലഞ്ഞിയും എല്ലാം നല്ലപോലെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഭഗവാൻ കുടികൊള്ളുന്നത്. തിരിച്ചിറങ്ങുമ്പോഴേക്കും അവിടെ കുട്ടികളുടെ അരങ്ങേറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം അത് നോക്കി നിന്നു. അരങ്ങേറ്റം നടക്കുന്ന മണ്ഡപത്തിൻ്റെ സൈഡിൽ നിന്നും എടുത്ത ഒരു വ്യൂ ആണ് ഇത് പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്ര നടയാണ് ആ കാണുന്നത്. നവരാത്രികളിലല്ലാത്ത സമയത്ത് വിദ്യാരംഭം കുറിക്കാൻ വരുന്നവർ പ്രത്യേകിച്ച് രാവിലെ വരേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്ന പതിവ് ഇവിടെ ഇല്ല. പനച്ചിക്കാടിൻ്റെ തടിയിൽ തീർത്ത ഒരു ചാരുശില്പമാണ് ഈ കാണുന്നത്. മഹാവിഷ്ണു ക്ഷേത്രനടയുടെ വലതുഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൊഴുത് പുറത്തിറങ്ങുമ്പോഴേക്കും നേരം സന്ധ്യയായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെ വ്യൂ ആണ് ഇത്.